അപ്പോൾ ലേസിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ഈ PVC പൈപ്പ് വെച്ച് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ വീഡിയോ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള കുറവുകൾ, ചിലവർക്ക് മെഷീൻസ് ഇല്ലാത്തവർ അത് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. 2-3 പേര് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി ഒരുപാട് ബെൻഡൊന്നും ചെയ്യാതെ ഈ PVC പൈപ്പ് ഒരെണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല സിമ്പിളായിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അത് ഇങ്ങനത്തെ അതിൻ്റെ ഷേപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സംഭവം. ഇതുണ്ടോ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇത് മറ്റേ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ഉരുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നടുക്ക് മാത്രം ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തിട്ട് ഇവിടെ മാത്രം ബെൻഡ് ചെയ്താൽ മതി, ഉരുക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു കിഡിലൻ ഐറ്റം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ കൊടുത്തേക്കാം, ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ കയറി കാണുക, അല്ലെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ കയറി കാണുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണത്തിനും. കാരണം ഇത് അളവ് തെറ്റി പോകാതിരിക്കാൻ വേണ്ടി കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിനൊരു ലൈൻ വരച്ച് കൊടുക്കണം. നമുക്ക് നേരെ കട്ട് ചെയ്യാം. ശരിക്കുള്ള ചട്ടിയുടെ എടുക്കുവാണെങ്കിൽ 4 പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, മൊത്തം 4 പീസ്, അതായത് 4 വശമാണിത്. 4 വശം. ഇനിയിപ്പോൾ ഇത് 2 ജോയിൻ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിപ്പ് ടൈ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യിപ്പിക്കാൻ പോകണം. ഈ ചെറിയ കടകളിൽ കിട്ടും, നമുക്ക് സ്റ്റേഷനറി ഷോപ്പിലൊക്കെ കിട്ടും ഈ സിപ്പ് ടൈ. അധികം വില ഒന്നുമില്ല. അപ്പോൾ ഇത് 2 കൂടി ജോയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ സോൾഡർ ഉണ്ടെങ്കിൽ സോൾഡർ വെച്ചു, അല്ലെങ്കിൽ കമ്പി ഉരുക്കിയിട്ട് നമുക്ക് കൂട്ടിയിടാം. അതായിരിക്കും എളുപ്പം. ഡ്രില്ലറുള്ള കാരണം നമ്മൾ അതാ യൂസ് ചെയ്യണം. ഇത്ര സമയം എടുക്കണം, നാണം കെടുത്തു. അത് ഗ്യാപ്പ് ഇട്ടിട്ട് 1, 2, 3 വെച്ചിട്ട് ഇടാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വളഞ്ഞു പോകില്ല. മനസ്സിലായി? അപ്പോൾ ഇത് 2 ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി അളവ് തെറ്റിപ്പോകരുത്. കാരണം ഈ 2 സൈഡും കൂടി നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഊട്ട ഈ അളവിൽ തന്നെ ഇപ്പുറത്തും വരണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ കൊണ്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതും കൂടി വെക്കുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് കോർക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അളവ് വെച്ചിട്ട് വേണം, ഈ 3 അളവിൻ്റെ ഇത് വെച്ചിട്ട് വേണം അടുത്ത ഏത് വശമാണ് എടുക്കുന്നത്, ഇതാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഡ്രിൽ ചെയ്യണം. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പേന വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. വേണ്ട, ഏകദേശം ഇവിടെ ആയിട്ട് വരും. നമ്മൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടിട്ട് ശരിയാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അളവ് മാറിപ്പോവും. അപ്പോൾ ഇത് കഴിയുന്നതനുസരിച്ച് സിപ്പ് ടൈ ചെയ്ത് വെച്ച് പോവാം. അപ്പോൾ അതായിരിക്കും മാറിപ്പോവില്ല അവസാനം എടുക്കുമ്പോൾ. നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു 60% പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ട സംഭവം സെറ്റാണ്. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നിപ്പോവില്ല. ഇതുണ്ട ഇവിടെ ഒരു സിപ്പ് ടൈ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അങ്ങോട്ടും പോവില്ല, ഇങ്ങോട്ടും പോവില്ല. ഓക്കെ, നല്ല അടിപൊളി സാധനം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്യും. ഈ ഭാഗത്ത് അടിയിൽ നിന്നും മുകളിൽ നിന്നും കോൺക്രീറ്റ് ചെയ്തിട്ട് ഈ PVC പൈപ്പില്ലേ ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് അത് കവർ ചെയ്ത് കളയും. അപ്പോൾ മണ്ണ് നമുക്ക് നിറച്ചാലും സാധനം വിട്ടുപോരില്ല. അപ്പോൾ ഇതിനകത്ത് പിടിപ്പിക്കുന്ന രീതിയിലായിരിക്കണം കോൺക്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്.
ഇപ്പോൾ നമ്മൾ താഴത്തെ ഒരു ലെയർ ഇട്ട് കൊടുക്കണം. കാരണം അടിയിൽ നിന്ന് ഒരു പിടുത്തം വേണം, മുകളിൽ നിന്ന് ഒരു പിടുത്തം വേണം. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒരു എക്സ് പോലെ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് മുകളിൽ നിന്ന് അടിയിൽ നിന്നും പിടുത്തം വേണം, അല്ലെങ്കിൽ ഇത് സാധനം ഉരിപ്പോവും. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് താഴത്ത് നമുക്ക് ഫിനിഷിങ് ടച്ച് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നൊന്നുമില്ല, ഏകദേശം ഒരു ലെയർ ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ ഇട്ട് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. കേട്ടോ, ഇവിടെ നിന്ന് ഫില്ല് ചെയ്യാം നമുക്ക്. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് സിമെൻ്റ് ഇട്ട് ഫില്ല് ചെയ്ത് കളയാം. നമ്മുടെ ഈ സംഭവങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണത്. 48 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് അവസ്ഥ നോക്കാം. സംഭവം നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ. പൊളി സാധനം നോക്കിയേ, ഉണ്ട് പൊളിയല്ലേ. പെശക്ക് മണ്ണൊക്കെ നിറക്കണം. ഊട്ടിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പുള്ള കാരണം 1 2 3 4 വശത്തും ഗ്യാപ്പുള്ള കാരണം വെള്ളം അതിൻ്റെ ഇടയിൽ കൂടി പോയിക്കോളും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഊട്ടിയിട്ട് കൊടുക്കണ്ട. പിന്നെ മുകളിൽ PVC വന്ന കാരണം വെയിറ്റ് കുറവാണ്. വെയിറ്റ് വന്നത് ഈ താഴത്തെ വശത്ത് മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. അല്ല, ഇവിടെ മാത്രമേ കോൺക്രീറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ചട്ടിക്ക് ഉള്ള വെയിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് പൊക്കിയെടുക്കാം ആർക്കായാലും. നല്ല വെയിലുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, കാരണം നമ്മളിത് ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായി സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് ഇനി ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ട് ഉണക്കി കഴിഞ്ഞിട്ടാണ് അടുത്ത കളർ അതിൻ്റെ മേളിൽ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാം. അപ്പോൾ നമ്മളെ പെയിൻറ്റിങ് എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഇവിടെ ഓരോ റെഡ് ലൈൻ നമ്മൾ കൊടുക്കണം. ഇത് ഉണക്കാൻ കൊണ്ട് വെച്ചിട്ട് ബാക്കി അടുത്ത് ഷൂട്ട് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പോലത്തെ ഒരു കിടിലൻ ഐറ്റമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. എന്നിട്ടും നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കുന്നില്ലെങ്കിൽ നേരെ യൂട്യൂബിലായിട്ട് വരിക, Lazykid എന്ന് Lazykid എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്നതായിരിക്കും. കാരണം ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് Lazykid എന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ PVC പൈപ്പ് വീട്ടിൽ ആവശ്യമില്ലാതെ വെറുതെ കിടക്കണമെങ്കിൽ അതൊക്കെ ഇനി നമുക്ക് പ്ലാന്റേഷന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.